ഹായ് ഓൾ, നമ്മളിന്ന് പറയുന്നത് ടോ ആൻഡ് സിഗ്മ ഫംഗ്ഷനിലെ അടുത്തൊരു തിയറാണ്. ഒരു തിയറം ടോ ആൻഡ് സിഗ്മ ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ റിലേറ്റ് ചെയ്ത ഒരു തിയറവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആ തിയർ ഒന്ന് കേട്ടിട്ട് വരണം, അല്ലെങ്കിൽ അതൊന്ന് വായിച്ചിട്ട് വരണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. മനസ്സിലാവാത്ത പ്രശ്നമില്ല, പക്ഷെ ആ കൺസെപ്റ്റ് അവിടെയാണ് ക്ലിയർ ആവുന്നത്. If n equal to p1 raised to k1, p2 raised to k2, etc. up to pr raised to kr is the prime factorization of n greater than 1, then tau of n equal to k1 plus 1 into k2 plus 1 into etc. up to kr plus 1, and sigma of n equal to p1 raised to k1 plus 1 minus 1 divided by p1 minus 1, p2 raised to k2 plus 1 minus 1 divided by p2 minus 1, etc. up to pr raised to kr plus 1 minus 1 divided by pr minus 1. ഈ ഒരു തിയറം ഉണ്ടല്ലോ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ മാത്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളൊരു ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിൻസിനും വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒന്ന് ഉണ്ടാവും ഇങ്ങനെ, ഈ തിയറത്തിനോട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതായത് സം ഓഫ് ദ ഡിവൈസേഴ്സും നമ്പർ ഓഫ് ദ ഡിവൈസേഴ്സും. ഓക്കെ, ഇതിലൊന്നുമില്ല പറയുന്നത് ഇങ്ങനെ ഒരു പ്രൈം. നമുക്കിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, ഇപ്പം 24 ഒക്കെ എടുത്ത് നമ്മൾ എക്സാമ്പിൾ കാണിച്ചില്ലേ കഴിഞ്ഞ വീഡിയോയിൽ, അതിലിപ്പം നമുക്കിങ്ങനെ ഡിവൈസേഴ്സിനെ ഇങ്ങനെ എണ്ണിപ്പെറുക്കി എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ വലിയ വലിയ നമ്പേഴ്സ് തന്നാൽ നമുക്ക് ഡിവൈസേഴ്സിനെ അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏതൊരു നമ്പറിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ പക്ഷേ എഴുതാൻ പറ്റും. അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്പർ ഓഫ് ഡിവൈസേഴ്സിനെയും സം ഓഫ് ദ ഡിവൈസേഴ്സിനെയും നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. n എന്ന് പറയുന്നത് ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടോ ഓഫ് n എന്ന് പറയുന്നത് എന്താണ്? k1 plus 1 into k2 plus 1 etc. up to kr plus 1. അതുപോലെ തന്നെ സിഗ്മ ഓഫ് n, സം ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? p1 raised to k1 plus 1 minus 1 divided by p1 minus 1 etc. up to pr raised to kr plus 1 minus 1 divided by pr minus 1. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്കിവിടെ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്. n equal to p1 raised to k1, p2 raised to k2 etc. up to pr raised to kr. ഇവിടെ നമ്മൾ കൺസിഡർ ദ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ p1 സ്ക്വയർ p1 ക്യൂബ് എക്സെട്ര അപ് ടു p1 റേസ് ടു k1 വരെ എന്നിൻ്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ p2 സ്ക്വയർ p2 ക്യൂബ് p2 റേസ് ടു k2 വരെ എന്നിൻ്റെ ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ ഓരോന്നും, പിന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഓരോന്നും ഫാക്ടേഴ്സാണ്. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് വരുമല്ലോ. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഇപ്പം നമുക്കറിയാം, p1 ഒരു ഫാക്ടറാണ്, p2 ഫാക്ടറാണ്, p1 സ്ക്വയർ ഫാക്ടറാണ്, p2 സ്ക്വയർ ഫാക്ടറാണ്, അതുപോലെ തന്നെ എന്താണ് p1 ഇൻറ്റു p2 ഫാക്ടറാണ്. ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് വരും അല്ലേ, എല്ലാം ഇതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും. അങ്ങനെ ഇതെല്ലാ ഫാക്ടേഴ്സിനെയും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കൺസിഡർ ദ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 1 പ്ലസ് p1 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു p1 റേസ് ടു k1, ഈ 1 ഇതിലുള്ള ഓരോ ടേമും ഇതിൻ്റെ ഫാക്ടർ p1ൻ്റെ പവേഴ്സാണ്, അതുപോലെ തന്നെ എന്നിൻ്റെ ഫാക്ടേഴ്സുമാണ്. അതിനെ എല്ലാത്തിനെയും സം ചെയ്തു. അതുപോലെ തന്നെ 1 പ്ലസ് p2 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു p2 റേസ് ടു k2, അതിനെയും നമ്മൾ സം ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നിങ്ങൾ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലെ ഓരോ ടേമും എടുത്ത് നോക്കിയാൽ ഇതിൽ ഈ എന്നിന് പോസിബിൾ ആയിട്ടുള്ള എത്ര ഫാക്ടേഴ്സ് ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇവിടെ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന ഫാക്ടർ വന്നു. പിന്നെ അടുത്ത ടേമിൽ ഞാൻ എന്ത് ചെയ്തു? 1 ഇൻറ്റു p2 അങ്ങനെ എടുത്തു. ബാക്കിയെല്ലാം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എടുക്കില്ലേ നമ്മൾ, ഓരോ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പം ഇങ്ങനെ എനിക്ക് വരില്ലേ ഒരു ടേം, p1 ഇൻറ്റു p2 എന്ന് പറഞ്ഞ ടേം വരും. അതുപോലെ തന്നെ p1 ഇൻറ്റു p2 ഇൻറ്റു p3 എന്ന് പറഞ്ഞ ടേം വരും. അതുപോലെ p1 സ്ക്വയർ ഇൻറ്റു p2 സ്ക്വയർ എന്ന് പറഞ്ഞ ടേം വരും. അങ്ങനെ എല്ലാ ടേംസിൻ്റെയും കോമ്പിനേഷൻ ഈ കണ്ടിന്യൂഡ് പ്രോഡക്റ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇതിന് എത്രത്തോളം ഫാക്ടേഴ്സ് വരുന്നുണ്ടോ, എത്രത്തോളം ഡിവൈസേഴ്സ് ഇതിന് വരുന്നുണ്ടോ, ആ ഡിവൈസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ വരും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് എടുക്കുന്നത്. എഴുതിയിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. എവ്രി ടേം ഇൻ ദിസ് പ്രോഡക്റ്റ് ഓഫ് ദ ഫോം p1 റേസ് ടു a1, p2 റേസ് ടു a2 എക്സെട്ര അപ് ടു pr റേസ് ടു ar എന്ന് പറയുന്ന ഫോമിലായിരിക്കും. ഞാനിപ്പോൾ ഒരു 2 എക്സാമ്പിൾ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നമുക്കിപ്പം ഞാനിപ്പം n എന്ന് പറയുന്നതിനെ p1, ഞാൻ n ഈക്വൽ ടു p1 സ്ക്വയർ ഇൻറ്റു p2 ഇങ്ങനെ എടുത്തു. ഇതാണ് എൻ്റെ n, അതായത് 2 നമ്പേഴ്സിൻ്റെ ഒരു p1 സ്ക്വയർ ഇൻറ്റു p2. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിനെ 1 പ്ലസ് ഇതിൻ്റെ എല്ലാ ഡിവൈസേഴ്സും കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 1 പ്ലസ് p1 സ്ക്വയർ ഇൻറ്റു
1 പ്ലസ് P2 ഇത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക 1 ഇൻറ്റു 1 1 തന്നെ, 1 ഇൻറ്റു P2 വരും, P1 ഇൻറ്റു 1 P1 വരും, P1 ഇൻറ്റു P2 വരും, അതുപോലെ തന്നെ P1 സ്ക്വയർ വരും, അതുപോലെ P1 സ്ക്വയർ P2 വരും. ഇതാണ് എനിക്ക് ഈ n ഈക്വൽ ടു P1 സ്ക്വയർ P2ൻ്റെ ഓൾ പോസിബിൾ ആയിട്ടുള്ള 1 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, P2 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും, P1 ഫാക്ടർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഓരോ ടേമും ഇതിലെ ഫാക്ടേഴ്സാണ്. ക്ലിയർ? അപ്പോൾ ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടോ, ഇതിന് എത്ര ഡിവൈസേഴ്സ് ഉണ്ടോ അത് കംപ്ലീറ്റ് ഈ സമ്മിൽ വന്നു. അതെല്ലാം ഏത് ഫോമുല വന്നിരിക്കുന്നത് നോക്കിയേ, ഇങ്ങനെയുള്ള ഫോമുല അല്ലേ, P1 റേസ് ടു ഒന്നുകിൽ P1 റേസ് ടു A1 P2 റേസ് ടു A2, where 0 less than or equal to A1 less than or equal to 2 and 0 less than or equal to A2 less than or equal to 1. ഈ ഫോമിലല്ലേ വന്നിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എവ്രി ടേം ഇൻ ദിസ് പ്രോഡക്റ്റ് ഈസ് ഓഫ് ദ ഫോം P1 റേസ് ടു A1 P2 റേസ് ടു A2 എക്സെട്ര അപ് ടു PR റേസ് ടു AR. ഇവിടെ ഇങ്ങനെ എഴുതിയാൽ പോരാ കേട്ടോ, ഇവിടെ ഓരോന്നും എഴുതണം. അതായത് A1 എവിടെ വരെ വേരി ചെയ്യണു, 0 ലെസ് ദാൻ or equal to A1 ലെസ് ദാൻ or equal to K1, 0 ലെസ് ദാൻ or equal to A2 ലെസ് ദാൻ or equal to K2 എക്സെട്ര അപ് ടു 0 ലെസ് ദാൻ or equal to AI ലെസ് ദാൻ or equal to KI. ഓക്കെ, ഓരോന്നിൻ്റെയും വേരിയേഷൻ കൊടുക്കണം. അതായത് A1 എന്ന് പറയുന്നതിൻ്റെ 0 ആയിരിക്കും ലീസ്റ്റ്, അല്ലെങ്കിൽ K1 വരെ, അങ്ങനെയായിരിക്കും ഓരോന്നും വരുന്നത്, ഓരോ ടേംസും. ഇതിലിപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് കൺസിഡർ ചെയ്താണെങ്കിൽ, ഈ പ്രോഡക്റ്റ് ഇങ്ങനെ നിരത്തി എഴുതുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിലെ ഓരോ ടേമും ഈ ഫോമിലായിരിക്കും വരികയെന്ന്. ഇനി നമ്മളുടെ തൊട്ട് മുമ്പുള്ള തീരം എന്താ പറയുന്നത്, എന്നിൻ്റെ ഡിവൈസർ എന്ന് പറയുന്നതിന് P1 റേസ് ടു K1 P2 റേസ് ടു K2 എക്സെട്ര PR റേസ് ടു KR എന്ന് പറയുന്ന പ്രൈം ഫാക്ടറൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ ഒരു ഡിവൈസർ ഇസ് ഓഫ് ദ ഫോം P1 റേസ് ടു A1 P2 റേസ് ടു A2 എക്സെട്ര അപ് ടു PR റേസ് ടു AR പെർ 0 ലെസ് ദാൻ or equal to AI ലെസ് ദാൻ or equal to KI എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂഡ് പ്രോഡക്റ്റിലെ ഓരോ ടേമും ഈ ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ കണ്ടിന്യൂഡ് പ്രോഡക്റ്റിലെ ഏതൊരു ടേം എടുത്താലും അത് എന്നിൻ്റെ ഡിവൈസറാണ് എന്ന് പറഞ്ഞൂടെ. കാരണം എന്ന് പറയുന്നതിന് ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്, അതിൻ്റെ ആ പ്രൈം ഫാക്ടറൈസേഷൻ എന്നിൻ്റെ ഏതൊരു ഡിവൈസർ എടുത്താലും ഈ ഫോമിലായിരിക്കും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് തൊട്ട് മുമ്പുള്ള തിയറമാണ്. സോ നമ്മൾ പറഞ്ഞു ഏതൊരു ടേമും ഈ ഒരു ഫോമിലാണുള്ളത്. സോ നമുക്ക് പറയാം ഏതൊരു ടേം എടുത്താലും അതെന്താ, ഡിവൈസർ ഓഫ് n ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എവ്രി ഡിവൈസർ ഓഫ് n ഈസ് എ ടേം ഓഫ് ദ പ്രോഡക്റ്റ്, അങ്ങനെയും പറയാം. കാരണം ഇപ്പം എന്നിൻ്റെ ഏതൊരു ഡിവൈസർ എടുത്തു കഴിഞ്ഞാലും അത് ഈ പ്രോഡക്റ്റിൽ ഒരു ടേം ആയിരിക്കും. അതായത് നമുക്ക് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ പ്രോഡക്റ്റിൽ എന്നിൻ്റെ എല്ലാ ഡിവൈസേഴ്സിൻ്റെയും സമ്മായിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റിനെ എഴുതുക. അപ്പോൾ ഈ സമ്മിൽ ഈ പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ എത്ര ടേംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? അത്രയേ ഉള്ളൂ കേട്ടോ. ടോ ഓഫ് n ഈക്വൽ ടു നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n. അതായത് ടോ ഓഫ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n. അപ്പോൾ ഇവിടുത്തെ ഡിവൈസേഴ്സ് ഓഫ് n കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ദ നമ്പർ ഓഫ് ടേം ഇൻ ദ എബോവ് പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിലെ നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന് എന്ത് ചെയ്താൽ മതി, അതായത് ഓരോ ടേംസിലെയും നമ്പർ ഓഫ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചെയ്താൽ മതി. ഇവിടെ ടോട്ടൽ എത്ര ടേംസ് ഉണ്ടോ, K1 പ്ലസ് 1 ടേംസ്, ഇവിടെ K2 പ്ലസ് 1 ടേംസ്, അതിൻ്റെ എല്ലാത്തിനെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ടേംസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. K1 പ്ലസ് 1 ഇൻറ്റു K2 പ്ലസ് 1 ഇൻറ്റു എക്സെട്ര അപ് ടു KR പ്ലസ് 1. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. ആൻഡ് സിഗ്മ ഓഫ് n ഈക്വൽ ടു ദ സം ഓഫ് ഡിവൈസേഴ്സ് ഓഫ് n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് എന്തറിയാം, ഇപ്പോൾ ഓരോ ടേമും അതിൻ്റെ ഡിവൈസറാണെന്നറിയാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഡിവൈസറിൽ ആ പ്രോഡക്റ്റിൽ എത്ര ടേംസ് ഉണ്ടോ ആ ടേംസിൻ്റെ എല്ലാത്തിനെയും സം എടുത്താൽ പോരെ. അതായത് സം ഓഫ് ഓൾ ടേംസ് ഇൻ ദ പ്രോഡക്റ്റ് ഇൻ ദ എബവ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, സം ഓഫ് അതായത് സം ഓഫ് ഓൾ ടേംസ് ഇൻ ദ എബവ് പ്രോഡക്റ്റ്. അപ്പോൾ ഓരോന്നിനെയും സം എടുക്കുക. നമുക്ക് സം എടുത്താൽ എന്താ കിട്ടുക നോക്കാം. 1 പ്ലസ് P1 പ്ലസ് P1 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു P1 റേസ് ടു K1. ഓക്കെ, എല്ലാത്തിനെയും സം എടുക്കുക നമ്മൾ. എക്സെട്ര അപ് ടു 1 പ്ലസ്, ലാസ്റ്റ് എഴുതുന്നത് PR ആയിരിക്കും അല്ലേ, PR അല്ലേ എഴുതിയത്. 1 പ്ലസ് ഇതിൻ്റെ എല്ലാത്തിനെയും സം എടുക്കാം. ഇത് ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നത്. PR സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു PR സ്ക്വയർ. നമ്മൾ ഓരോന്നും നോക്കി
ഇതെന്താ ജോമെട്രിക് സീരീസ് അല്ലേ? ജോമെട്രിക് സീരീസിൻ്റെ സം എന്താണ്? P1 raised to K1 plus 1 minus 1 divided by P1 minus 1 into P2 raised to K2 plus 1 minus 1 divided by P2 minus 1 etc. up to PR raised to KR plus 1 minus 1 divided by PR minus 1. ഓക്കെ, ഇതാണ് നമ്മളുടെ ആ രണ്ട് തിയറംസ്. അല്ല, സം ഓഫ് എന്നും സം ഓഫ് ദ ഡിവൈസസ് ഓഫ് എന്നും അതുപോലെ നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് എന്നും കണ്ടുപിടിക്കാൻ ഇക്വേഷനുള്ള തിയറത്തിൻ്റെ പ്രൂഫ്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. Find the number and the sum of the divisors of n equal to 4, 1, 1, 6. നമുക്ക് ടോ ഓഫ് എൻ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ സിഗ്മ ഓഫ് എൻ എന്താണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 4, 1, 1, 6നെ ആദ്യം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ. 4, 1, 1, 6 2. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 4, 1, 1, 6 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7 ക്യൂബ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മെത്തേഡാണ്, നമുക്ക് അറിയുന്നതാണ്. ഞാനിതൊക്കെ ചെയ്യാൻ ഒത്തിരി ലേറ്റ് ആവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പവേഴ്സിൽ 2, 3, 2, 1, 3 raised to 1. അപ്പോൾ നമുക്ക് ടോ ഓഫ് എൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കറിയാം K1 plus 1 ഇൻറ്റു K2 plus 1 ഇൻറ്റു എക്സെട്ര അപ് ടു KR plus 1. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 plus 1 ഇൻറ്റു 1 plus 1 ഇൻറ്റു 3 plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഇൻറ്റു 2 ഇൻറ്റു 4. 3 ഇൻറ്റു 2 6 ഇൻറ്റു 4 24. ഇനി സം ഓഫ് എൻ കണ്ടുപിടിച്ചേ. സിഗ്മ ഓഫ് എൻ ഈക്വൽ ടു നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? P1 raised to K1 plus 1 minus 1 divided by P1 minus 1 into P2 raised to K2 plus 1 minus 1 divided by P2 minus 1 etc. up to PR raised to KR plus 1 minus 1 divided by PR minus 1 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് P1 raised to എന്താണ് 2 സ്ക്വയർ അല്ലേ. അപ്പോൾ 2 plus 1 P1 എന്താ? ഞാൻ 2 ആയിട്ട് എടുത്തല്ലേ. 2 raised to 2 plus 1 minus 1 divided by 2 minus 1 into 3 raised to 1 plus 1 minus 1 divided by 3 minus 1 into 7 3 plus 1 minus 1 divided by 7 minus 1. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ ഡയറക്റ്റ് എഴുതാണ്, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. കാൽക്കുലേറ്റർ ഒക്കെ കൊണ്ടുപോകും എല്ലാവരും എക്സാമിന്. 11200. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, പറയാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് 18 ഡിവൈസസ്. അതായത് നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം വിത്ത് 18 ഡിവൈസസ്. അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? എൻ എന്ന് പറയുന്ന ഒരു നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എന്ത് തന്നിട്ടുണ്ട്? ആ എന്നിൻ്റെ ഡിവൈസസിൻ്റെ എണ്ണം 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ടോ ഓഫ് എൻ ഈക്വൽ ടു 18 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിന് ഇപ്പോൾ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ട്, അതാ P1 raised to K1, P2 raised to K2 എക്സെട്ര അപ് ടു PR raised to KR എന്ന് പറയുന്നത്. ഇനി ടോ ഓഫ് എന്നിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? K1 plus 1 ഇൻറ്റു K2 plus 1 ഇൻറ്റു എക്സെട്ര അപ് ടു KR plus 1. ഈ പ്രൈം ഫാക്ടറൈസേഷൻ യൂണീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഞാൻ എടുക്കുകയാണ്. n എന്ന് പറയുന്നതിന് ഇപ്പോൾ P1 2 ആവാം അല്ലേ. 2 ആണല്ലോ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ. 2 raised to K1, 3 raised to K2, 5 raised to K3, 7 raised to K4 ഇങ്ങനെയാണ് പോണേ. അതായത് ഇതൊരു ഓർഡറിലാണ്. K1 0 വരെ ആവാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ഒരു ഫാക്ടർ ആവാം, ആവാതിരിക്കാം. ഫാക്ടർ അല്ലെങ്കിൽ ഇവിടെ 0 വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടോ ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് തന്നിട്ടുണ്ട്? ടോ ഓഫ് എൻ ഈക്വൽ ടു 18 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? K1 plus 1 ഇൻറ്റു K2 plus 1 ഇൻറ്റു K3 plus 1 എന്നൊക്കെയാണ് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി 18 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസ് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനോട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 18 നമുക്ക് എങ്ങനെ എഴുതാം? 18 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 3 ഇൻറ്റു 3. അതായത് നമ്മളുടെ K1 plus 1 ആരാവണം? 2 ആവണം. K2 plus 1 ആരാവണം? 3 ആവണം. K3 plus 1 3 ആവണം. അപ്പോൾ നമുക്ക് therefore we can equate this one. K1 plus 1 equal to 2 and K2 plus 1 equal to 3 and K3 plus 1 equal to 3. ഓക്കെ, അപ്പോൾ
നമുക്ക് കിട്ടുന്ന എന്താ K1 എന്ന് പറഞ്ഞാൽ 2 - 1, K2 എന്ന് പറഞ്ഞാൽ 3 - 1, K3 എന്ന് പറഞ്ഞാൽ 3 - 1. അപ്പോൾ നമുക്ക് K1 = 1 എന്ന് കിട്ടും. K2 = 3 - 1, 2. K3 = 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ ഇതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. n = 2 raised to K1 1 into 3 raised to K2 2, 5 raised to K3 2. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 180. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2ഉം 3ഉം 5 ഒന്നും എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഇൻക്രീസിങ് ഓർഡറിൽ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കില്ല കിട്ടുക. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം തന്നെ 3 യൂസ് ചെയ്തു, പിന്നെ 5 യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു നമ്പറാണ് കിട്ടുക. അതെന്തായിരിക്കും? 18 ഡിവൈസേഴ്സ് ഉള്ള വേറൊരു നമ്പർ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ ചൂസ് ചെയ്താലാണ് നമുക്ക് സ്മോളസ്റ്റ് നമ്പർ കിട്ടുക. ഓക്കെ, ക്ലിയർ? ഇതാണ് ഇപ്പം ആൻസർ 180. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ n, വെരിഫൈ ദ റിസൾട്ട് ഫോർ n = 16. അതായത് നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞത്? സം ഓഫ് ഡിവൈസേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇവർ നമ്മളോട് പറയണത് ഇങ്ങനെ ഡിവൈസേഴ്സിൻ്റെ ഒക്കെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒരു n എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ ഡിവൈസേഴ്സിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്നാണ് പറയാം. അതാണ് ചോദിക്കുന്നത്. അത് n = 16 എന്ന് പറഞ്ഞ നമ്പറിന് അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഈസിയാണ് കേട്ടോ അത്. n = P1 raised to K1, P2 raised to K2, etc. up to PR raised to KR എന്ന് പറയുന്ന n എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട്. അതിനൊരു പ്രൈം ഫാക്ടറൈസേഷനും ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ എടുത്തു. ഓക്കെ, അവിടെ P1, P2, etc. PR എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. K1, K2, etc. KR എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്ക് n = 24 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കറിയാം 24ൻ്റെ ഡിവൈസേഴ്സ് എഴുതിക്കാം. നമ്മളെങ്ങനെ 24ൻ്റെ ഡിവൈസേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നത്? നമുക്ക് ശരിക്കും പെയേഴ്സ് ആയിട്ട് എഴുതുന്നതാണ് ഈസി. നമുക്കൊന്നും മിസ്സായി പോവുകയില്ല. 1 × 24 24 ആണ്. അപ്പോൾ 1ഉം 24ഉം ഒരു ഡിവൈസറാണ്, അല്ല 2 ഡിവൈസേഴ്സാണ്. അതുപോലെ 2ഉം 12ഉം. ഓക്കെ, പിന്നെ 3ഉം 8ഉം, പിന്നെയോ 4ഉം 6ഉം. ഇങ്ങനെയല്ലേ 1 2 3 4 5 6 7 8 ഡിവൈസേഴ്സ് ആണുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കാം. അതായത് 1 24 2 12 4 6 3 8. അതായത് ഡിവൈസേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിവൈസേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്താ കിട്ടാം? 24. എവിടെയാണെങ്കിലും 24, ഇവിടെ 24, ഇവിടെ 24. എത്ര ടൈംസ് ആയിട്ടേ? 24 raised to 4 ആണല്ലേ കിട്ടിയത്. പ്രോഡക്റ്റ് ഓഫ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് 24 എന്ന് പറയുന്നത്. ഈ 4 എങ്ങനെയാണ് വന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എത്രയാണ്? 8 എണ്ണമാണ്. നമുക്കതിന് 2 എണ്ണം വെച്ച് പെയറാക്കാം അല്ലേ? അപ്പോൾ എത്ര പെയേഴ്സ് കിട്ടും? 4 പെയേഴ്സ് കിട്ടും. അതാണ് 24 raised to 4 എന്ന് പറയുന്നത്. ആ ഒരു ഐഡിയ ആണ് പ്രതി ചെയ്യുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടോ ഓഫ് n, K1 + 1 × K2 + 1 × etc. up to KR + 1. ഇങ്ങനെയല്ലേ എഴുതുന്നത് നമ്മൾ നമ്പർ ഓഫ് ഡിവൈസേഴ്സ്. ഇനി ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഐഡിയ ആണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. എക്സ് ഒരു ഡിവൈസർ ആണെങ്കിൽ n/x ഡിവൈസർ ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. 2 ഒരു ഡിവൈസർ ആണെങ്കിൽ 24/2 എന്ന് പറയുന്ന 12ഉം ഒരു ഡിവൈസർ ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. ഇഫ് x ഈസ് എ ഡിവൈസർ ഓഫ് n, then n/x ഈസ് ഓൾസോ എ ഡിവൈസർ ഓഫ് n. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പെയറാക്കാം ഇതിനെ? x n/x സച്ച് ദാറ്റ് ഇതിനെ ഒരു പെയറാക്കാം. സച്ച് ദാറ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ത് തന്നെ കിട്ടും? നമുക്ക് n തന്നെ കിട്ടും. ഓക്കെ, അതായത് therefore all the devices of n can be grouped into പെയർ whose product is n. നമുക്ക് എല്ലാ ഡിവൈസസിനെ എടുത്തിട്ട് അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഒരു പെയർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ആ പെയറിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് n ആയിരിക്കും. ഓക്കെ, നമുക്ക് എത്ര ഡിവൈസസ് ഉണ്ട്? ടോ ഓഫ് n ഡിവൈസസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? therefore ടോ ഓഫ് n ഡിവൈസസ് ഓൺ n, ടോ ഓഫ് n ഡിവൈസസ് ഓൺ n can be grouped into ടോ ഓഫ് n by 2 pairs അല്ലേ. നമുക്ക് ടോ ഓഫ് n ഡിവൈസസ് ആണുള്ളത്. അതിനെ നമ്മൾ പെയർ ചെയ്യാണ്. അങ്ങനെ എത്ര പെയേഴ്സ് കിട്ടും? നമുക്ക് ടോ ഓഫ് n by 2 പെയേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്ത് എഴുതാം? നമുക്ക്
product of the whole divisors of D where D divides N which is equal to product of the divisors of N. Product of divisors of N എന്ന് പറയുന്നത് എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് വരിക? N തന്നെയാണ് വരിക. ഹോൾ റേസ് ടു ടോ ഓഫ് N ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് വൃത്തിക്ക് എഴുതാം. പ്രോഡക്റ്റ് ഓഫ് D ഡിവൈഡ്സ് N D ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു N റേസ് ടു ടോ ഓഫ് N. ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതാണ് സിമ്പിൾസ് ഒന്നും കണ്ട് പേടിച്ചു പോകരുത്, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ N ഈക്വൽ ടു 16 ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ നമുക്ക് N ഈക്വൽ ടു 16 ആണ്. 16 പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ് 2 റേസ് ടു 4 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയായിരിക്കും? ടോപ്പ് 16 എന്ന് പറയുന്നത് എത്ര വരിക? 4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ 5 ഡിവൈസേഴ്സ് ഓഫ് 16 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? The 5 divisors of 16 ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് നോക്കണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. പ്രോഡക്റ്റ് ഓഫ് D ഡിവൈഡ്സ് N എന്നല്ലേ പറയേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് D ഡിവൈഡ്സ് N D ഈക്വൽ ടു നമ്മളുടെ ഇക്വേഷൻ വഴി എന്താണ്? എന്തായിരുന്നു? 16 ദ ഹോൾ റേസ് ടു ടോ ഓഫ് N ഡിവൈഡഡ് ബൈ 2. ടോ ഓഫ് 16 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു 16 ടോ 16 എന്ന് പറയുന്നത് 5/2. ഇതാണ് നമുക്ക് വരുന്നത്. 5/2 എത്രയാ? ഇതിനിങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. 5/2 ഒന്നും കണ്ട് പേടിച്ചു പോകണ്ട. ഇവിടെ 1/2 എഴുതാം, എന്നിട്ട് ഇത് ഹോൾ റേസ് ടു 5 എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 റേസ് ടു 5 എന്ന് കിട്ടും. 4 റേസ് ടു 5 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 10 അല്ലേ വരിക? ദാറ്റ് ഈസ് 1025. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം കേട്ടോ. 16 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. 16 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 116 2 8 4 again 4 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 16 ഇങ്ങനെയല്ലേ വരാം. 16 × 1 × 2 × 8 × 4. ഇതിപ്പം ഇവിടെ നമുക്ക് 2 റേസ് ടു 4 × 2 റേസ് ടു 1 × 2 റേസ് ടു ക്യൂബ് × 2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 2 5 1 6 4 10. 2 റേസ് ടു 10 ഈക്വൽ ടു 1025. ശരിയാണ്, 1025. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രോഡക്റ്റ് ഓഫ് ഡിവൈസേഴ്സ് ഓഫ് ദ ഇൻറ്റിജർ N. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു സെക്ഷൻ. ടോ ഫംഗ്ഷനും സിഗ്മ ഫംഗ്ഷനും. ഇപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.